21ാം നൂറ്റാണ്ടിൽ അടിമത്തത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? എന്നാൽ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇത് ലീഗലൈസ് ചെയ്തിരിക്കുകയാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, എന്നാൽ ഇത് സത്യമാണ്. നമ്മളൊക്കെ AI കുറിച്ചും ചന്ദ്രനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇവിടെ ഒരു രാജ്യം നൂറ്റാണ്ടുകൾക്ക് പുറകിലോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമപരിഷ്കാരങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അഫ്ഗാൻ സമൂഹത്തെ പ്രധാനമായും 4 തട്ടുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഡിവിഷനിൽ പെടുന്നത് ഉലാമ ഉല്ലാസ് അഥവാ മതപണ്ഡിതന്മാരൊക്കെ ഉൾപ്പെടുന്ന ഒരു കാസ്റ്റാണ് ഉലാമ ഉല്ലാസ്, ഫസ്റ്റ് ഡിവിഷൻ. സെക്കൻഡ് ഡിവിഷനിൽ പെടുന്നത് ഈ കച്ചവടക്കാരും ഗോത്രത്തലവന്മാരും ഉൾപ്പെടുന്ന ഒരു ഡിവിഷനാണ്. അതിനെ അസ്ര വിഭാഗം എന്ന് പറയും. മൂന്നാമത്തെ ഡിവിഷനിൽ പെടുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ. നാലാമത്തെ ഡിവിഷനിൽ വരുന്നത് ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. അപ്പോ ഈ ഒരു ഡിവിഷൻ പ്രകാരം ഇപ്പൊ നമ്മൾ കുറ്റം ചെയ്ത ആ കുറ്റത്തിനനുസരിച്ചല്ല ശിക്ഷ ലഭിക്കുക. ഇപ്പൊ അവിടുത്തെ ജനങ്ങളെ ഏത് ഗോത്രത്തിലാണോ പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയായിരിക്കും പെടുക. ഏത് ഡിവിഷനിലായിരിക്കും അവര് ഉൾപ്പെടാ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയാണ് അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഡിവിഷനിലും സെക്കൻഡ് ഡിവിഷനിലും പെടുന്ന ആൾക്കാർക്ക് ശിക്ഷയ്ക്ക് ഇളവുകളുണ്ട്. അതായത് ഇപ്പൊ ഒരു കുറ്റം ചെയ്ത അവരെ ഉപദേശിച്ച് പറഞ്ഞുവിടാണ് ചെയ്യുക. പക്ഷെ ഇത് ഇപ്പോ 3ഓ 4ഓ ഡിവിഷനിലെ ആൾക്കാരാണ് എന്തെങ്കിലും കുറ്റം ചെയ്യുന്നതെങ്കിൽ അവർക്ക് കടുത്തതായ ശിക്ഷയായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ഇപ്പൊ വധശിക്ഷ, ചാട്ടവാറടി പോലുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരിക. അവരുടെ പുതിയ നിയമപ്രകാരം ഇവിടെ വക്കീലിനെ വെക്കാനുള്ള അവകാശമില്ല. അതായത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വക്കീലിനെ വെച്ച് വാദിക്കാനുള്ള അവകാശം ഒട്ടും തന്നെ ഇല്ല. ഇപ്പൊ ഒരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിന്റെ തെളിവ് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനുള്ള അവകാശമില്ല. ഇപ്പൊ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ രാജ്യത്തൊക്കെ തെളിവുണ്ടെങ്കിൽ ഒരാളെ ശിക്ഷിക്കുകയുള്ളൂ. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ തെളിവ് നോക്കത്തില്ല. ഇനി തെറ്റ് ചെയ്തെന്ന് ആരോപിതനായാൽ തന്നെ അപ്പൊ തന്നെ ശിക്ഷയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലി നിസ്കരിപ്പിക്കാനുള്ള അവകാശം അച്ഛന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഭാര്യമാര് തങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് ഭർത്താവിന്റെ സമ്മതമില്ലാതെ പോവുകയാണെങ്കിൽ അവർക്ക് 3 മാസം വരെ തടവ് ലഭിക്കാനുള്ള കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. യജമാനന്മാർക്ക് അടിമകളെ ശിക്ഷിക്കാനുള്ള അവകാശവും കൂടി ഈ നിയമം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ നിയമപരമായി ശിക്ഷിക്കാം എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇനി ഈ ഗർക്കന്മാർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.